നമസ്കാരം. രാജ്യത്താകെ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു ദേശീയ പാർട്ടി വല്ലാത്ത പ്രതിസന്ധിയിലാണ് ഇപ്പോൾ. ആകപ്പാടെ 1-2 സംസ്ഥാനത്തിൽ മാത്രമാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പദമുള്ളത്. നമ്മുടെ തൊട്ടയൽ സ്ഥാനമായ കർണാടകയിൽ ഇപ്പോൾ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയാണുള്ളത്. പക്ഷെ അവിടെ ഇതാ ആകെ വല്ലാത്ത അവസ്ഥയിലാണ്. ടി.കെ. ശിവകുമാർ എന്ന് പറയുന്ന കോൺഗ്രസിനെ നയിച്ച കഴിഞ്ഞ 2023 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ നയിച്ച നേതാവ് ടി.കെ. ശിവകുമാർ, കർണാടകയിൽ നയിച്ചത് അദ്ദേഹമായിരുന്നു. PCC പ്രസിഡന്റും അദ്ദേഹമായിരുന്നു താരം. അദ്ദേഹമാണ് ഈ തെരഞ്ഞെടുപ്പിന് കോൺഗ്രസിനെ വിജയിക്കാൻ വേണ്ടിയുള്ള സർവ്വതന്ത്രങ്ങളും പ്രയോഗിച്ചത്. അത് വിജയിക്കുകയും ചെയ്തു. പക്ഷേ മുഖ്യമന്ത്രി കസേര വന്നപ്പോൾ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി കസേര കിട്ടിയില്ല. സിദ്ധരാമയ്യയാണ് അവിടെ മുഖ്യമന്ത്രിയായിട്ട് തിരഞ്ഞെടുത്തത്. കാരണം സിദ്ധരാമയ്യെ മറ്റ് പല കാരണങ്ങൾ കൊണ്ട്, അത് അവിടെ ജാതി രാഷ്ട്രീയവും ബന്ധരാഷ്ട്രീയവും അല്ലാതെ പലതും ഉണ്ട്. അപ്പോൾ എന്തായാലും അതെല്ലാം അവിടെ വെച്ച് നോക്കുമ്പോൾ അവിടെ സിദ്ധരാമയ്യക്കാണ് കൂടുതൽ MLA പിന്തുണയായിട്ട് രംഗത്ത് നിന്നത്. ടി.കെ. ശിവകുമാർ ഈ വിജയശില്പിയായിട്ട് 24 മണിക്കൂറും ഉറക്കമഴിഞ്ഞ് പ്രവർത്തിച്ചെങ്കിലും അദ്ദേഹത്തിന് MLA അങ്ങനെ കൂടുതൽ കൂട്ടാൻ കഴിഞ്ഞിട്ടില്ല. അപ്പം അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അതുകൊണ്ട് തന്നെ സിദ്ധരാമയ്യ അവിടെ മുഖ്യമന്ത്രിയാവുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ ഇതാ ടി.കെ. ശിവകുമാർ മുഖ്യമന്ത്രിയാകണമെന്ന ആവശ്യം മുന്നോട്ട് വച്ചിരിക്കുന്നു. ആ ആവശ്യവുമായി അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണെന്നാണ് ഇപ്പോൾ അവസാനം വരെ കിട്ടുന്ന വിവരം. അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഹൈക്കമാൻഡിന്റെ മുന്നിൽ ചർച്ചയാണ്. ഡൽഹിയിൽ അവരെല്ലാം പോയിരിക്കുന്നു, അവിടെ ചർച്ച നടക്കുകയാണ്. അപ്പോൾ അതിനു മുമ്പ് തന്നെ ശിവകുമാർ പറഞ്ഞിരിക്കുന്നത് വാക്കിന് വില വേണം എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. വാക്കിന് വില വേണം. ലോകത്ത് എന്ത് സംഭവിച്ചാലും ആ വാക്കിന് വില ഉണ്ടായിരിക്കണം. വാക്ക് പാലിക്കലാണ് ഏറ്റവും വലിയ ശക്തി, ഏറ്റവും വലിയ ധർമ്മം. അതാണ് ഏറ്റവും വലുത്. അങ്ങനെ വാക്ക് പാലിക്കുക തന്നെ വേണം. അത് ഹൈക്കമാൻഡ് നേതാക്കന്മാർക്ക് ഓർമ്മ വേണം എന്നാണ് ശിവകുമാർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അതായത് കഴിഞ്ഞ പ്രാവശ്യം ഈ സിദ്ധരാമയ്യ മുഖ്യമന്ത്രി ആകുമ്പോൾ 2.5 വർഷത്തേക്കാണ് മുഖ്യമന്ത്രി പദം. കാരണം തുടക്കത്തിൽ നമുക്ക് കാണാം, ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം മുഖ്യമന്ത്രി തിരഞ്ഞെടുക്കാൻ ഒരുപാട് പ്രയാസപ്പെട്ടു. അവർ വളരെ ഈസി ആയിട്ടല്ല അവർ മുഖ്യമന്ത്രി തിരഞ്ഞെടുത്തത്. ഒരാഴ്ചയിലധികം കഴിഞ്ഞിട്ടാണ് ചർച്ചകളും അതും. പിന്നെ ഹൈക്കമാൻഡ് ഇടപെടുകയും ഡൽഹിയിലേക്ക് വിളിക്കുകയും ഡൽഹിയിൽ പോയി ചർച്ച ചെയ്യുകയും അവിടെ നിന്ന് തിരിച്ച് ഹൈക്കമാൻഡുകാർ കർണാടകയിൽ വരികയും അവിടെ വീണ്ടും ചർച്ച നടത്തുകയും അങ്ങനെ ഒരു ഫോർമുല രൂപീകരിക്കപ്പെട്ടതിന് ശേഷമാണ് അവിടെ സിദ്ധരാമയ്യെ മുഖ്യമന്ത്രിയായിട്ട് തിരഞ്ഞെടുത്തത്. അന്ന് ഒരു വാക്ക് പറഞ്ഞിരുന്നു, 2.5 വർഷം കഴിയുമ്പോൾ ടി.കെ. ശിവകുമാറിന് മുഖ്യമന്ത്രി പദം മാറ്റി കൊടുക്കാമെന്ന് ഹൈക്കമാൻഡ് വാക്ക് പറഞ്ഞിരുന്നു. ആ വാക്ക് ഓർമ്മ വേണം, ആ വാക്ക് വില വേണം, ആ വാക്കിന് ശക്തി ഉണ്ടാകണം. അതാണ് ഇപ്പോൾ ടി.കെ. ശിവകുമാർ മുന്നോട്ട് വയ്ക്കുന്നത്. അങ്ങനെ ടി.കെ. ശിവകുമാറിനെ മുഖ്യമന്ത്രി ആക്കണമെന്ന ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾക്കും ഹൈക്കമാൻഡിലും ഉണ്ട്. കാരണം രാഹുൽ ഗാന്ധിക്ക് ഇഷ്ടം ടി.കെ. ശിവകുമാറിനാണ് കേട്ടോ. രാഹുൽ ഗാന്ധിക്ക് ഈ സിദ്ധരാമയ്യ അത്ര ഇഷ്ടമല്ല. സോണിയാഗാന്ധിക്കും ഏകദേശം അതുപോലെയൊക്കെ തന്നെ ടി.കെ. ശിവകുമാറിനോടാണ് വലിയ താല്പര്യം. പക്ഷെ വേണുഗോപാല് ഈ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ഈ ടി.കെ. ശിവകുമാറിനോടൊപ്പം നിൽക്കുന്നത് കൊണ്ട് അദ്ദേഹവും അങ്ങനെ ടി.കെ. ശിവകുമാറിന് എതിരായിട്ടൊന്നും പറയുന്നില്ല. പക്ഷേ അദ്ദേഹം അവിടെ ഒരു കളി കളിച്ചിട്ട് സിദ്ധരാമയ്യെ ആക്കുകയാണ് ഉണ്ടായത്. എന്തായാലും കോൺഗ്രസിനകത്തുള്ള ഗ്രൂപ്പ് വീണ്ടും ശക്തമാകുന്നു ഈ നിർണായക ഘട്ടത്തിൽ. കാരണം ബീഹാറിൽ തോറ്റ് തുന്നം പാടിക്കഴിഞ്ഞു. ബീഹാറിൽ അവിടെ ഈ രാഹുൽ ഗാന്ധി അവിടെ പോയിട്ട് വോട്ട് ചേരി എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ജാഥകളും മറ്റുമൊക്കെ നടത്തി, വലിയ ഷോകളൊക്കെ നടത്തി അവിടെ ആളെ ഇളക്കി മറിച്ചതാണ്. എന്നിട്ട് വലിയ പവർ പ്രസന്റേഷനൊക്കെ നടത്തി ഈ നരേന്ദ്രമോദിയെ കൊണ്ട് ഞാൻ ഉത്തരം പറയിപ്പിക്കും എന്നൊക്കെ പറഞ്ഞ് അത് ബീഹാർ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞൊക്കെയാണ് അദ്ദേഹം വലിയ കോളിളക്കം സൃഷ്ടിച്ച ബീഹാറിൽ. പക്ഷേ ദയനീയമായി പരാജയപ്പെട്ടു. ദയനീയമായി കോൺഗ്രസിന് വളരെ ഒരു ഇരട്ട സംഖ്യ MLA പോലും ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. വെറും 5 MLA വെച്ചിട്ട് അവർക്ക് കഴിഞ്ഞതിൽ 19 പേരങ്ങോട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ വെറും 5 പേരാണ്. വെറും 5 പേർ നമ്മുടെ ഒരു കയ്യിൽ വിരലെടുത്ത് കഴിഞ്ഞാൽ അത്രയേ ഉള്ളൂ. അതാണ് ഇപ്പോഴത്തെ അവിടുത്തെ കോൺഗ്രസിന്റെ അവസ്ഥ. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന കോൺഗ്രസ് ദേശീയ തലത്തിൽ വല്ലാത്ത പ്രതിസന്ധിയിൽ നിൽക്കുന്ന അവസ്ഥയിൽ മാത്രമല്ല, നരേന്ദ്രമോദി ബീഹാറിലെ ആഹ്ലാദ സമ്മേളനം അല്ലെങ്കിൽ ഈ വിജയാഘോഷം നടത്താൻ വേണ്ടി സമ്മേളനത്തിൽ 1-2 കാര്യങ്ങൾ പറഞ്ഞു. കോൺഗ്രസ് പിളരും, ദേശീയ തലത്തിൽ പിളരും, അതിന് സാധ്യത കൂടുതലാണെന്നൊക്കെ പറയുമ്പോൾ ചുമ്മാ പറയില്ലല്ലോ നരേന്ദ്രമോദിയെ പോലുള്ള ഒരു രാഷ്ട്രീയ നേതാവ്. അതിനകത്ത് കാര്യമുണ്ട്. പക്ഷെ അതൊന്നും മനസ്സിലാക്കാൻ ഈ കോൺഗ്രസ് നേതാക്കൾക്ക് കഴിയുന്നില്ല. കഴിഞ്ഞാൽ തന്നെ അതിനെ ഒത്തുതീർത്ത് കൊണ്ടുപോയി അതിനെ പരിഹരിച്ചു കൊണ്ടുപോകാൻ അവർ കഴിയുന്നില്ല. കർണാടകയിലെ കോൺഗ്രസ് പ്രവർത്തകർ ഖടി സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ, കർണാടകയിലെ പ്രമുഖമായ ഒരു സുബ്രഹ്മണ്യ ക്ഷേത്രമാണ് ഖടി സുബ്രഹ്മണ്യ ക്ഷേത്രം, അവിടെ
1001 തേങ്ങ അടിച്ച് പ്രാർത്ഥിക്കുന്നു, പല ക്ഷേത്രങ്ങളിലും പൂജ നടക്കുന്നു എന്നൊക്കെയാണ് ഇപ്പോൾ കേൾക്കുന്നത്. എന്തായാലും കർണാടകയിലെ സ്ഥിതി അത്ര പന്തിയല്ല. അവിടെ ഇന്നലെ വരെ ഒരു പരമേശ്വർ എന്ന് പറയുന്ന പരമേശ്വർ എന്ന് പറയുന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രി തനിക്ക് മുഖ്യമന്ത്രിയാണ്, താൻ ദളിതനാണ്, അതുകൊണ്ട് എനിക്ക് മുഖ്യമന്ത്രിയാവണമെന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും ഇപ്പോൾ അദ്ദേഹം ചൂട് മാറിയിട്ട് ശിവകുമാറിന് പിന്തുണ ഞാൻ കൊടുക്കുന്നു, ശിവകുമാർ മുഖ്യമന്ത്രി ആകട്ടെ, എനിക്ക് എൻ്റെ പിന്തുണയുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അവിടെ വല്ലാതെ ചേരിതിരിയുകയാണ്. അവിടെ പിന്നെ കർണാടകയിൽ നിന്നായിരിക്കുമോ ഇനി കോൺഗ്രസിന്റെ പിളർപ്പ്? ദേശീയ തലത്തിൽ നരേന്ദ്രമോദി പറഞ്ഞതുപോലെ ഒരു പിളർപ്പിന്റെ തുടക്കം ഇപ്പോൾ രണ്ടാമത് വരുന്ന ഈ അസന്നിഗ്ധമായ അവസ്ഥയിൽ തുടക്കം അവിടെ നിന്നായിരിക്കുമോ എന്നുള്ള ശങ്കിക്കേണ്ട അവസ്ഥയിലേക്കാണ് കർണാടകയിലെ കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും കോൺഗ്രസ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ ഈ അടുത്ത കാലത്തൊന്നും രക്ഷപ്പെടുന്ന കോണില്ല.